എല്ലാവർക്കും സ്പോർട്സ് ടോക്കിലേക്ക് സ്വാഗതം. ഏഷ്യ കപ്പ് കഴിഞ്ഞു, ഇന്ത്യ വിജയിച്ചു. പക്ഷേ വിവാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഹസ്തദാന വിവാദത്തിൽ തുടങ്ങിയ വിവാദങ്ങളാണ് അത് ഇന്നലെ ട്രോഫി കൈമാറുന്നതിൽ വരെ എത്തി നിൽക്കുകയാണ്. രുചീഷ് പി രവീന്ദ്രനാണ് നമ്മളോട് കൂടി ചേരുന്നത്. രുചീഷ്, സാധാരണഗതിയിൽ നമ്മൾ ക്രിക്കറ്റിൽ ഒരിക്കലും യുദ്ധമെന്ന് ഉപയോഗിക്കാറില്ല, പക്ഷേ അത് നമ്മൾ ഈ ഇന്ത്യ പാക് മത്സരത്തിൻ്റെ കണ്ടു. ഇത് ക്രിക്കറ്റിൽ എത്രത്തോളം നല്ലതാണ്? ഇത് ക്രിക്കറ്റിൻ്റെ ഒരു മാന്യതയ്ക്ക് തന്നെ നിരക്കുന്നതാണോ? പക്ഷേ നമ്മൾ പലപ്പോഴും യുദ്ധം എന്നൊക്കെ സാധാരണഗതിയിൽ ഏതെങ്കിലും കായിക മേഖലയിൽ ഉപയോഗിച്ചാൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ആ തരത്തിൽ ആളുകളെ മുറിവേൽപ്പിക്കേണ്ട എന്ന തരത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് യുദ്ധം തന്നെയാണ് ഇവിടെ ആ അർത്ഥത്തിൽ ചർച്ചയാകുന്നതെന്ന് തോന്നണം. ഇതിന് മത്സരത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി പോലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാണ് ഇതിനെ അഭിനന്ദിച്ചത്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള PCB ചെയർമാൻ മോഹസിൻ നഖ്വി ആകട്ടെ ഇതിന് മുൻപ് തന്നെ ഇത് തുടക്കമിട്ടിട്ടുണ്ട്. ഇത് ഈ തരത്തിലാണ് ഈ ചർച്ചകൾ പോകുന്നത്. നമ്മൾ ഒരു കിരീടം നേടിയതിന് ശേഷം അത് ആഘോഷിക്കാൻ ഒരു ഭാഗത്ത് ആഘോഷം നടക്കുന്നുണ്ട്, പക്ഷേ ആ കിരീടം എടുത്തുകൊണ്ട് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പോയില്ല എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വഴിവെച്ചത് കൃത്യമായി എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ തന്നെ അതിനൊരു കാരണമായിട്ടുണ്ട്. കാരണം ആ കിരീടം അർഹതപ്പെട്ട ആളുകൾക്ക് കയ്യിലേക്ക് കൊടുക്കണമായിരുന്നു PCB ചെയർമാൻ. പ്രത്യേകിച്ച് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനാണ്. 99 യുദ്ധത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം 2010 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും സെമി ഫൈനലിൽ സ്റ്റേഡിയത്തിൽ വന്നിരുന്ന കളി കണ്ടത് നമുക്കറിയാം. അങ്ങനെ ഇന്ന് എന്തുകൊണ്ടാണ് അത് ഇന്ത്യക്ക് സാധിക്കാതെ? അതിലൂടെ ക്രിക്കറ്റിൽ എന്തുകൊണ്ട് അത് വലിയ രാഷ്ട്രീയ വിവാദം കൂടിയായി മാറുന്നു? ഈ പഹൽഗാമിൽ ഉണ്ടായ ആക്രമണത്തെ നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. അത്ര വലിയ മുറിവാണ് രാജ്യത്തിനുണ്ടായതെന്നുള്ള ഒരു തർക്കവുമില്ല. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു, വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, നിങ്ങൾ കളിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ മാന്യമായി ക്രിക്കറ്റ് കളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാൻ പോകരുത്. ഇത് ആദ്യം തുടങ്ങുന്നത് വേൾഡ് ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ സമയത്ത് നമ്മൾക്കറിയാം, ധവാൻ പറഞ്ഞിട്ടാണ് ഇത് ആദ്യത്തെ വിവാദം അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുവരെ സത്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരുടെയും മനസ്സിലങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത് കളിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തർക്കം തന്നെ ഉണ്ടായത്. BCCI ഇതിലൊരു സ്റ്റാൻഡ് എടുത്തത് ഇത് കളി മാത്രമാണ്, ക്രിക്കറ്റ് കളിയാണ്, ഇതിലെ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നായിരുന്നു BCCI ആദ്യം എടുത്ത തന്നെ നിലപാട്. തുറന്നു പറഞ്ഞു, ക്രിക്കറ്റ് കളിക്കാൻ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാർത്താ സമ്മേളനത്തിലൊക്കെ വരുന്നതിന് മുൻപ് സൂര്യകുമാർ യാദവ് കൈകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അവിടുത്തെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മോഹസിൻ നഖ്വിക്ക് കൈകൊടുത്തിട്ടുണ്ട് സൂര്യകുമാർ യാദവ്. ഇത് വലിയ തരത്തിൽ വിവാദമാവുകയും സൂര്യകുമാറിന് തന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷമാണ് ഈ ഹസ്തദാന വിവാദത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ജസ്പ്രീത് ബുംറയൊക്കെ വലിയ തരത്തിൽ അങ്ങനെ ഒരു ആക്രോശം കാണിക്കുന്ന ഒരു സ്വഭാവക്കാരനെ അല്ല. പക്ഷേ ബുംറ ഹാരിസ് റൌഫിന് കൃത്യമായ മറുപടി കൊടുത്തു. അത് വെറുതെ കളിക്കളത്തിൽ തന്നെ കൊടുക്കണമെന്ന് കരുതി തന്നെയാണ് അത് ചെയ്തത്. സഞ്ജു സാംസണെ അബ്രാർ പലപ്പോഴും ഈ ഇത് ചെയ്യുകയും ഈ ആക്ഷൻ ചെയ്യുകയും ഗെറ്റ് ഔട്ട് ആക്ഷൻ ചെയ്യുകയും അത് തിരിച്ചു കിട്ടുകയും ചെയ്തത് കണ്ടിട്ടുണ്ട്. ഈ സഞ്ജു സാംസണിനെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞ ഒരു ക്രിക്കറ്റ് പ്രേമി അർത്ഥത്തിൽ എവിടെയെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ടീം ഒന്നടങ്കം സഞ്ജുവിനെ മുൻനിർത്തി അത് ചെയ്തു എന്നുള്ളതാണ്. ഒരു സന്തോഷകരമായ നിമിഷത്തിൽ കിരീടം കയ്യിൽ ഏന്തി ആഘോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ വിവാദം ഒരുപക്ഷെ കെട്ടടങ്ങിയേനെ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ കിരീടവുമായി മോഹസിൻ നഖ്വി തിരിച്ചുപോയി ഒരു പണി തരാം എന്ന് വിചാരിച്ചാൽ അതിലേറെ പണി തരാൻ ഞങ്ങൾക്ക് അറിയാം എന്നതാണ് ഈ താരങ്ങൾ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങൾക്ക് കിരീടമില്ലാതെ ആഘോഷിക്കേണ്ടി വന്നത്. അല്ലാതെ അവിടെ നിന്ന് കിരീടമില്ലാത്തൊരു സ്ഥലത്ത് തലകുനിച്ച് വരേണ്ട ഒരു അവസ്ഥ ഇന്ത്യൻ താരങ്ങൾക്ക് എന്തായാലും ഇല്ല. കാരണം അവർ ജയിച്ച് അവിടെ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അടുത്ത വർഷം T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. ഇനി അതല്ല, ഇതൊരു ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റ് കായിക മേഖലയ്ക്ക് കൂടി ഈ വിവാദങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കായിക മേഖലയ്ക്ക് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയപരമായി ഇതിനെ ഉപയോഗിക്കാൻ പലരും ശ്രമിക്കുന്നതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പോലും രാഹുൽ ഗാന്ധി ഈ അഭിനന്ദിച്ചില്ല ട്വിറ്ററിൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ വിവാദം തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ അത് ഓരോ ആളുകളുടെയും ചോയ്സാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധനായതുകൊണ്ട് ഒന്നല്ല ഇന്നലെ ട്വിറ്ററിൽ അത് ചെയ്യാതിരിക്കുന്നുണ്ടാവുക. ഇതിലേറെ ഈ പറഞ്ഞതുപോലെ മറ്റ് കായിക മേഖലയിലേക്ക് അത് മാറും. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ താരത്തിന് ഇന്ത്യൻ താരമോ അല്ലെങ്കിൽ ഇന്ത്യൻ താരത്തിന് പാകിസ്ഥാൻ താരമോ കൈ കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് ഉണ്ടാകുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. കാരണം അങ്ങനെ ഒരുപക്ഷെ ഈ കമൻറ്റേറ്റേഴ്സിന് അത് സാധിക്കുന്നുണ്ടെന്നുള്ളതെങ്കിലും നമുക്ക് ആശ്വസിക്കാം. കാരണം നമ്മളത് കണ്ടു ആ അർത്ഥത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും എടുത്തു പറയേണ്ടതാണ്, ഫൈനലിൽ അങ്ങനെ ഒരു രംഗം കൂടി ഉണ്ടാക്കി എന്നുള്ളത്
നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഇന്ത്യൻ താരത്തിനോട് സംസാരിക്കാൻ ഇന്ത്യൻ കമൻറ്റേറ്ററും പാകിസ്ഥാൻ താരത്തിനോട് സംസാരിക്കാൻ പാകിസ്ഥാൻ കമൻറ്റേറ്ററും. ഒരുപക്ഷെ നമ്മൾ ഇതിനൊക്കെ ഈ വിവേചനങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്നതാണ് സ്പോർട്സ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ വിഷയത്തെയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണണം എന്ന് തന്നെ പറയുന്നത്. അതില്ലാതാകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇത് മാറേണ്ടതാണ്. ഇവിടെ മാറും, ആര് മാറ്റും എന്നതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. എന്തായാലും ക്രിക്കറ്റിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ആ സ്പോർട്സ് രോഗിൻ്റെ അഭിപ്രായം.